കോഴിക്കോട് കൂടരഞ്ഞിയിൽ കിണറ്റിൽ വീണ വന്യജീവി ഏതെന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ജീവിയെ പുറത്തെത്തിക്കാനുള്ള ദൌത്യം ഇന്നത്തേക്ക് നിർത്തിവെച്ചു. കിണറ്റിൽ വീണത് കടുവയാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. 2 ദിവസം മുന്നേ ജിതിൻ കോട്ടൂർ എന്ന് പറഞ്ഞ ഒരാള് പുലിയോ കടുവയോ എന്തോ ഒരു സാധനം വന്നു കണ്ടു എന്ന് പറഞ്ഞിരുന്നു. അവർ വണ്ടി കൊണ്ട് പോകുമ്പോൾ കണ്ടിരുന്നു എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഫോറസ്റ്റ് ഓഫീസിൽ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ഇന്ന് ഏതായാലും അവിചാരിതമായിട്ട് ഇത് കിണറ്റി കുടുങ്ങിയിരിക്കുകയാണ്. അത് ഫോറസ്റ്റ് ഓഫീസിൽ അറിയിക്കുകയും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥർ വരികയും ചെയ്തിട്ടുണ്ട്. വരുമ്പോൾ സാധനം ഒത്തിലേക്കാണ്ട് കയറുന്ന രംഗമാണ് കാണുന്നത്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള സൈസ് ഒത്തൊരു സാധനമാണ്. അത് ഫുള്ളായിട്ട് കാണാൻ പറ്റിയിട്ടില്ല. അതിനെ വെച്ച് വാലിന് നല്ല നീളമുണ്ട്. കടുവയാണോ പുലിയാണോ എന്തായാലും ആ ഇനത്തിൽപ്പെട്ട ഒരു സാധനമാണ്. അത്യാവശ്യം നല്ല സൈസ് ഒത്ത സാധനമാണ്. ഞാനും കണ്ടു. ഇവിടെ പണിക്കാരനുണ്ടായിരുന്നു. ആ പണിക്കാരൻ ആദ്യം കണ്ടു. എന്നോട് പറഞ്ഞു കാരണം എനിക്ക് കൃത്യമായിട്ട് അറിയാവുന്നതിൻ്റെ പേരിൽ ഞാൻ പെട്ടെന്ന് വന്നതേ അങ്ങോട്ട് ഇറങ്ങി. അപ്പോൾ ചെന്നപ്പോൾ പെട്ടെന്ന് പുത്തിലേക്ക് കയറുന്നതാണ് ഞാൻ കാണുന്നത്. സാനിയോ മനുമി നൽകും വിശദാംശങ്ങൾ. സാനിയോ, ഇന്നത്തെ തിരച്ചിൽ എന്തായാലും പുറത്തേക്ക് എടുക്കാനുള്ള ആ ഒരു ദൗത്യം അവസാനിപ്പിച്ചിട്ടുണ്ടോ? വലിയ ആഴമുള്ള കിണറാണെന്നാണ് മനസ്സിലാക്കുന്നത്. അതെ, അതായത് 30 അടിയോളം ആഴമുള്ള കിണറാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഇന്നത്തെ ദൗത്യം ഇപ്പോൾ വനംവകുപ്പ് നിർത്തിവെച്ചിരിക്കുകയാണ്. ഇനിയിപ്പോൾ വൈകിട്ടോടുകൂടി തെർമൽ ക്യാമറ സ്ഥാപിക്കാനാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ ആലോചിക്കുന്നത്. അതിനുശേഷം ഏത് ജീവിയാണെന്ന് വ്യക്തമായതിനു ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങളിലേക്ക് കടക്കുകയുള്ളൂ. എന്നാൽ സ്ഥലം ഉടമ പറയുന്നത് ഇത് കടുവ തന്നെയാണെന്നാണ്. പക്ഷേ വനംവകുപ്പ് ഇതുവരെയും അത് ഉറപ്പിച്ചിട്ടില്ല. കാരണം പ്രദേശത്ത് കടുവയുടെ സാന്നിധ്യം വനംവകുപ്പ് ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല നേരത്തെയൊന്നും. അതുകൊണ്ട് തന്നെ ഏത് ജീവിയാണെന്ന് ഉറപ്പിക്കണമെങ്കിൽ ഇപ്പോൾ തെർമൽ ക്യാമറ വെച്ച് ഏത് ജീവിയാണെന്ന് ഉറപ്പിച്ചതിന് ശേഷം കിണറ്റിൽ കൂടോ മറ്റോ വെക്കുകയാണ് ഇനി നടക്കുകയുള്ളൂ എന്നാണ് പറയുന്നത്. കാരണം കിണറ്റിലെ ഒരു മാളത്തിലേക്ക്, ഒരു മാളമുണ്ട് വലിയ, ആ മാളത്തിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ് ഈ ജീവി. ഇപ്പോൾ ഒരു തരത്തിലും അത് കിണറ്റിലേക്ക് ഇറങ്ങി വരാൻ തയ്യാറാവുന്നില്ല. അതുകൊണ്ട് തന്നെ ഏത് ജീവിയാണെന്ന് വ്യക്തവുമല്ല. പിന്നീട് ഇപ്പോൾ ഈ മയക്കുവെടി വെക്കുന്ന ഉദ്യോഗസ്ഥരടക്കം വരേണ്ടതുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാനാകുന്നത്. അത് അവർ വരണമെങ്കിൽ തന്നെ ഏത് ജീവിയാണെന്ന് വ്യക്തമായാൽ മാത്രമേ എത്ര ഡോസ് മയക്കുവെടി എന്നൊക്കെയുള്ള കാര്യങ്ങളിൽ വ്യക്തത വരികയുള്ളൂ. അതുകൊണ്ട് ആദ്യം ഏത് ജീവിയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ശ്രമമായിരിക്കും വനം വകുപ്പ് നടത്തുക. ഓക്കെ, ശ്രമകരമായ ദൗത്യം കൂടിയാണ്. എന്തായാലും ഇന്നത്തെ ദൗത്യം അവസാനിപ്പിച്ചിരിക്കുന്നു. സാനിയോ മനുമിയാണ് വിശദാംശങ്ങൾ നൽകിയത്.